അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ മര്യാദകളും മയ്യത്ത് എങ്ങനെ കുളിപ്പിക്കാം എന്ന് നോക്കാം. മയ്യത്തിന് കുളിമറ വേണം. ചുറ്റുഭാഗവും മേൽഭാഗവും മറച്ച ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരിക്കണം മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. കട്ടിലിലോ മറ്റോ മയ്യത്തിനെ ഉയർത്തി വെക്കണം. മരണം ഉറപ്പായ ഉടനെ തന്നെ കുളിപ്പിക്കൽ സുന്നത്താണ്. എന്നാൽ മയ്യത്ത് പൊട്ടി ഒലിക്കുക, രക്തം വരിക, മറ്റു വിഷമങ്ങളുണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ അതിവേഗം കുളിപ്പിക്കൽ നിർബന്ധമാണ്. മണമോ പകർച്ചയോ വരാത്ത വിധം ആവശ്യമെങ്കിൽ താമസിപ്പിക്കാവുന്നതാണ്. പച്ചവെള്ളമാണ് കുളിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത്. എന്നാൽ മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്യാൻ ആവശ്യമെങ്കിൽ മാത്രം ചുടുവെള്ളം ഉപയോഗിക്കണം. രക്തസ്രാവം ഉണ്ടായാൽ മൃതദേഹത്തിൽ നിന്നും രക്തം വരികയാണെങ്കിൽ കുളിപ്പിക്കലിനും മയ്യത്ത് നിസ്കാരത്തിനും തടസ്സമൊന്നുമില്ല. ശീലയും പഞ്ഞിയും വെച്ച് രക്തപ്രവാഹം നിർത്തൽ നിർബന്ധമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മയ്യത്ത് കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, നിസ്കാരം എന്നിവ വൈകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പൂർണ്ണമായും കഫൻ ചെയ്യുമ്പോഴേക്കും മൃതദേഹത്തിൽ നിന്നും രക്തം പോലുള്ളവ ഒലിക്കുമെന്ന് ഭയന്നാൽ കഫൻ ചെയ്യുന്നതിന് മുമ്പായി തന്നെ നിസ്കരിക്കലാണ് ഉത്തമം. കുളിപ്പിക്കാൻ വെള്ളമില്ലാതിരിക്കുകയോ സ്ത്രീക്ക് അന്യപുരുഷനും പുരുഷന് അന്യസ്ത്രീയുമല്ലാതെ കുളിപ്പിക്കാൻ ആരും ഇല്ലാതിരിക്കുകയും ചെയ്താലും മയ്യത്ത് കരിഞ്ഞതാവുകയും ചെയ്താലും തയമ്മം ചെയ്യണം. എന്നാൽ മൃതദേഹം പൂർണ്ണമായി വസ്ത്രത്തിൽ മൂടി അടുത്തുള്ള പുഴയിൽ മുക്കി അന്യർ തൊടാതെയും കാണാതെയും കുളിപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത വ്യക്തി മരണപ്പെട്ടാൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. വസ്ത്രത്തിലും കുളിപ്പിക്കുന്ന വെള്ളത്തിലും സുഗന്ധം ഉപയോഗിക്കുന്നതും അവൻ്റെ നഖം, മുടി എന്നിവ മാറ്റുന്നതും ഹറാമാണ്. ഭർത്താവ് മരിച്ചതിന് ഇദ്ദയിരിക്കുന്ന സ്ത്രീ മരിച്ചാൽ സുഗന്ധം ഉപയോഗിക്കുന്നത് കറാഹത്താണ്. മുന്നൊരുക്കം വേണം. കുളിപ്പിക്കാൻ ആവശ്യമായ സാമഗ്രികൾ മുൻകൂട്ടി ഒരുക്കി വെക്കണം. വെള്ളം സംഭരിക്കാൻ ആവശ്യമായ പാത്രം, വെള്ളം കോരിയെടുക്കാനുള്ള പാത്രം, സോപ്പ്, താളി, സോപ്പ് കലക്കാൻ കഴിയുന്ന പാത്രം, വെള്ളത്തിലിടാൻ ആവശ്യമായ കർപ്പൂരം, കൂർപ്പിച്ച ഈർക്കിൽ, കൈകളിൽ ധരിക്കാൻ ആവശ്യമായ ഗ്ലൗസ്, കുന്തിരിക്കം, മറ്റു സുഗന്ധങ്ങൾ, വെള്ളം തുടങ്ങിയവ ഒരുക്കി വെക്കണം. ജീവിച്ചിരിക്കുന്നവർ കുളിക്കുന്നത് പോലെയാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. ദേഹം മുഴുവനും ശുദ്ധിയാകും വിധം ഒരു പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകിയാൽ കുളിയുടെ രൂപമായി. ജീവിച്ചിരിക്കുമ്പോൾ കുളിയിൽ വെള്ളമെത്തിക്കേണ്ട ഭാഗത്തെല്ലാം വെള്ളമെത്തിക്കണം. നജസ് നീക്കണം. മയ്യത്തിൻ്റെ നഗ്നത കാണലും ശീല കൂടാതെ നഗ്നത തൊടലും ഹറാമാണ്. കുളിയുടെ പൂർണ്ണരൂപം. ആവശ്യമായ സാധനങ്ങൾ ഒരുക്കുക. അഥവാ സോപ്പ്, താളി, സോപ്പ് കലക്കാൻ കഴിയുന്ന പാത്രം, വെള്ളത്തിലിടാനുള്ള കർപ്പൂരം, വെള്ളം, ഈർക്കിൽ, ഗ്ലൗസ്, കുന്തിരിക്കമോ മറ്റു സുഗന്ധദ്രവ്യങ്ങളോ. മയ്യത്തിന് മേൽക്കൂരയുള്ള ചുറ്റും മറവുള്ള സ്ഥലത്ത് കട്ടിലിലോ മറ്റോ ഖിബിലക്ക് അഭിമുഖമായി തുണിയിൽ മൂടി, നീളം കുപ്പായമായാൽ നല്ലത്, മലർത്തി കിടത്തുക. കമഴ്ത്തി കിടത്തൽ ഹറാമാണ്. രക്ഷാകർത്താവ്, കുളിപ്പിക്കുന്ന ആൾ, സഹായി എന്നിവർ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. കുളിപ്പിക്കുന്ന ആൾ വലതുകാൽ കട്ടിലിൽ കയറ്റി വെച്ച് മയ്യത്തിനെ കാലിലേക്ക് ചാരി ഇരുത്തുക. വലതു കൈകൊണ്ട് കഴുത്തും തലയും താങ്ങുക. ഇടതു കൈകൊണ്ട് വയറിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് ശക്തമായി തടവുക. വയറ്റിനുള്ളിൽ പുറപ്പെടാതിരിക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ പുറത്തു പോരാനാണിത്. പല പ്രാവശ്യം വയറ്റിലമർത്തി ഇങ്ങനെ ചെയ്യണം. കുളിപ്പിക്കുന്ന ആളുടെ സഹായി അപ്പോഴെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ മയ്യത്തിനെ മലർത്തി കിടത്തണം. ശേഷം ഇടതു കൈയിൽ ശീല ചുറ്റിയോ ഗ്ലൗസ് ധരിച്ചോ മലദ്വാരവും പിൻദ്വാരവും കഴുകി വൃത്തിയാക്കുക. പ്രസ്തുത ശീല ഒഴിവാക്കി കൈ കഴുകി ഇടതു കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ചുണ്ടുകൾ മാത്രം തുറന്ന് പല്ല് തേച്ച് കൊടുക്കുക. കൈ കഴുകിയ ശേഷം ചെറുവിരൽ കൊണ്ട് മൂക്കിൻ്റെ ദ്വാരവും പിന്നെ കണ്ണിൻ്റെ കുഴികളും വൃത്തിയാക്കുക. കൂർപ്പിച്ച് മയപ്പെടുത്തിയ ഈർക്കിൽ കൊണ്ടോ മറ്റോ കൈയിൻ്റെയും കാലിൻ്റെയും നഖങ്ങളുടെ താഴ്ഭാഗം മൃദുവായി വൃത്തിയാക്കുക. മയ്യത്തിന് പൂർണ്ണമായ ഒളു ചെയ്തു കൊടുക്കുക. മുഖം കഴുകുമ്പോൾ ഒളു നിർവഹിക്കുന്നുവെന്ന് നെയ്യത്ത് ചെയ്യണം. ഇത് നിർബന്ധമാണ്. ശരീരത്തിൻ്റെ മുൻവശം വലതുഭാഗവും പിന്നീട് ഇടതുഭാഗവും സോപ്പ് തേച്ച് കഴുകുക. ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്ത് സോപ്പ് കലക്കിയാൽ തേക്കാൻ സൗകര്യമാകും.
ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി പിൻവശം വലത് ഭാഗവും വലത്തോട്ട് ചെരിച്ച് കിടത്തി ഇടത് ഭാഗം പിൻവശവും കഴുകുക. ഓരോ ഭാഗവും കഴുകുമ്പോൾ താളിയോ സോപ്പോ തേക്കുകയും പിന്നീട് വെള്ളമൊഴിച്ച് കഴുകുകയും ചെയ്യണം. പിന്നീട് തല മുതൽ കാൽ വരെ വെള്ളമൊഴിക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കൽ പൂർത്തിയായി. ഇങ്ങനെ 3 പ്രാവശ്യം കുളിപ്പിക്കണം. സോപ്പും താളിയും കളഞ്ഞ ശേഷമാണ് കുളിയുടെ 3 കഴുകൽ. 3 പ്രാവശ്യം കുളിപ്പിച്ചും ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ കുളിപ്പിക്കുകയും ഒറ്റയായി നിർത്തുകയും വേണം. ഒറ്റയായി നിർത്തുക എന്നാൽ 1 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 7 പ്രാവശ്യമോ അങ്ങനെ ഒറ്റയാക്കുക. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: വെള്ളത്തിൽ കർപ്പൂരം കലർത്തുക. ഇത് അവസാനം ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പ്രത്യേകം സുന്നത്താണ്. ദേഹം മുഴുവൻ വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. വെള്ളം ശരീരം മുഴുവൻ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വെള്ളം എത്തിക്കാൻ കഴിയാതിരുന്നാൽ അതിന് പരിഹാരമായി തയമ്മം ചെയ്തു കൊടുക്കേണ്ടതാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നയാൾ നെയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. എന്നാലേ കുളിപ്പിക്കുന്നവന് പ്രതിഫലം ലഭിക്കൂ. നെയ്യത്ത് ചെയ്തില്ലെങ്കിലും കുളി ശരിയാകും. നിർബന്ധമായ മയ്യത്ത് കുളിപ്പിക്കൽ ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നെയ്യത്ത്. ഇത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ മനസ്സിൽ കരുതിയാൽ മതി. തല തോർത്തിയ ശേഷം മുടിയും താടിയും ഇട അകലമുള്ള ചീർപ്പുകൊണ്ട് ചീകി വെക്കുക. സ്ത്രീകളുടെ മുടി മെടഞ്ഞു വെക്കുക. ഇളകിപ്പോകുന്ന മുടികൾ ശേഖരിച്ച് കഫപ്പുടവയിൽ ഇടണം. ആർത്തവം, പ്രസവരക്തം, ജനാപത്ത് തുടങ്ങിയ വലിയ അശുദ്ധിയുള്ള മയ്യത്തുകൾക്കും സാധാരണ പോലെ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്. കുളിപ്പിക്കാൻ ചുരുങ്ങിയത് 2 ആളും കൂടിയാൽ 4 ആളും ആകാം. അതിൽ കൂടാതിരിക്കലാണ് ഉത്തമം. കുളിപ്പിക്കുന്നവർ വിശ്വസ്തരായിരിക്കണം. മയ്യത്തിൻ്റെ നല്ല അവസ്ഥകൾ പറയാം, എന്നാൽ മോശമായ അവസ്ഥ ആരോടും പറയരുത്. കുളിക്കുന്നിടത്തേക്ക് എടുക്കുമ്പോൾ ബിസ്മില്ലാഹി എന്ന് ചൊല്ലി എടുക്കുകയും സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞു കൊണ്ടുപോവുകയും വേണം. ജനാബത്തുള്ളവർ, ഹൈലുകാരി എന്നിവർക്കും മയ്യത്ത് കുളിപ്പിക്കാം, കറാഹത്തില്ല. ഉപ്പുവെള്ളമാണഥവാ കടൽ ജലം മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ തണുത്ത വെള്ളം, അഴുക്ക് കളയുക തുടങ്ങിയ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചുടുവെള്ളം ഉപയോഗിക്കേണ്ടതുള്ളൂ. സുഗന്ധമുള്ള മയ്യത്താണെങ്കിൽ അത് പുറത്തറിയാതിരിക്കാൻ കുളിപ്പിക്കൽ തുടങ്ങി തീരും വരെ കുന്തിരിക്കമോ ഊതോ മറ്റോ കുളിപ്പിക്കുന്ന സ്ഥലത്ത് പുകയ്ക്കണം. മയ്യത്ത് കുളിപ്പിച്ച ആൾ കുളിക്കൽ സുന്നത്തുണ്ട്. കുളിപ്പിച്ചതിന് ശേഷം മയ്യത്തിൽ നിന്നും വല്ല മാലിന്യവും പുറത്തു വന്നാൽ കുളിയും ഒലവും ആവർത്തിക്കേണ്ടതില്ല. മാലിന്യം നീക്കി ആ ഭാഗം ശുദ്ധിയാക്കിയാൽ മതി. മയ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒലു ഒരു കാരണവശാലും മുറിയുകയില്ല. തല കഴുകുമ്പോഴും മറ്റു ഭാഗത്തിൽ നിന്നും പിഴുതിപ്പോരുന്ന മുടി കഫപ്പുടവയിൽ വെക്കുന്നതിന് മാറ്റിവെക്കണം. മുടി, നഖം, പല്ല് എന്നിവ നീക്കം ചെയ്യൽ കറാഹത്താണ്. കഫൻ ചെയ്തതിന് ശേഷമാണ് മാലിന്യം പുറപ്പെടുന്നതെങ്കിലും അഴിച്ചു വൃത്തിയാക്കേണ്ടതില്ല. കുളിപ്പിച്ചു കഴിയുന്നത് വരെ സുഗന്ധം പുരട്ടൽ സുന്നത്താണ്. ആരാണ് കുളിപ്പിക്കേണ്ടത്? പുരുഷനെ കുളിപ്പിക്കാൻ പുരുഷനും സ്ത്രീയെ കുളിപ്പിക്കാൻ സ്ത്രീയുമാണ് അർഹർ. മയ്യത്ത് പുരുഷനാണെങ്കിൽ അയാളുടെ പിതാവ്, പിതാമഹൻ, മകൻ, മകൻ്റെ മകൻ, മാതാപിതാക്കളൊത്ത സഹോദരർ, പിതാവ് മാത്രമൊത്ത സഹോദരൻ, ഇവരുടെ പുത്രന്മാർ, പിതൃവ്യൻ, പിതൃവ്യപുത്രൻ എന്നിവരാണ് യഥാക്രമം കുളിപ്പിക്കേണ്ടത്. സ്ത്രീയാണെങ്കിൽ കുളിപ്പിക്കൽ ഏറ്റവും അർഹത പുരുഷനായി സങ്കല്പിച്ചാൽ രക്തബന്ധം കാരണമായി വിവാഹം ബന്ധം ഹറാമാകുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മയ്യത്തുമായി കുടുംബബന്ധമുള്ള മറ്റു സ്ത്രീകൾ, ശേഷം അന്യസ്ത്രീകൾ എന്ന ക്രമത്തിലാണ് അർഹത. സ്ത്രീകളെ കഴിച്ചാൽ ഏറ്റവും അർഹത അവരുടെ ഭർത്താവിനാണ്. ഈ ക്രമം പരിഗണിക്കുന്നത് സുന്നത്താണ്. എന്നാൽ എല്ലാവർക്കും മയ്യത്ത് കുളിപ്പിക്കാനുള്ള അറിവുണ്ടാകുമ്പോഴാണ് ഇത് പരിഗണനാർഹമാകുന്നത്. അറിവില്ലെങ്കിൽ അറിവുള്ളവർക്ക് മുൻഗണന കൊടുക്കണം. ഈ അവസ്ഥയിൽ കുടുംബത്തേക്കാളും അന്യരെയാണ് മുന്തിക്കേണ്ടത്. അർഹതപ്പെട്ടവർ കുട്ടിയോ തെമ്മാടിയോ മയ്യത്തിനോട് വിരോധമുള്ളവനോ ആവാതിരിക്കുകയും വേണം. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാവുന്നതാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവും ഫളുൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ആയിരുന്നു. ഉസാമത്ത് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് വെള്ളമെടുത്തു കൊടുത്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. കുളിപ്പിച്ച ശേഷം വൃത്തിയുള്ള തുണി കൊണ്ട് ശരീരത്തിലെ വെള്ളം തോർത്തുക. ചുളിവുള്ള ഭാഗങ്ങളും
ഗുഹ്യഭാഗങ്ങളും പ്രത്യേകം തോർത്തണം. ഔറത്ത് കാണാനോ തുണിയുടെ മുകളിലല്ലാതെ തൊടാനോ പാടില്ല. കഫൻ ചെയ്യൽ. തയ്യാറാക്കി വെക്കേണ്ട സാധനങ്ങൾ: പുരുഷനാണെങ്കിൽ വൃത്തിയുള്ള 3 വെള്ളത്തുണി, പഞ്ഞി, കർപ്പൂരം, സുഗന്ധദ്രവ്യം. സ്ത്രീയാണെങ്കിൽ അരയുടുപ്പ്, കുപ്പായം, മക്കന, ശരീരം മുഴുവൻ മറയുന്ന 2 തുണികൾ, തുണിയുടെ വക്ക് കീറിയിട്ടുണ്ടാക്കിയ 3 നാടകൾ, ചന്തിയും സ്ത്രീയുടെ മാറിടവും കെട്ടാനാവശ്യമായ വീതിയുള്ള നാടകൾ എന്നിവ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം. മയ്യത്തിൻ്റെ മേൽ നമുക്ക് രണ്ടാമതായി നിർബന്ധമുള്ള ബാധ്യതയാണ് കഫൻ ചെയ്യൽ. ജീവിതകാലത്ത് ഉപയോഗിക്കൽ അനുവദനീയമായ എല്ലാ വസ്ത്രങ്ങളും കഫൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഉപയോഗിച്ച പഴയ വസ്ത്രങ്ങളാണ് പുതിയ വസ്ത്രങ്ങളെക്കാൾ നല്ലത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായിരുന്നപ്പോൾ ഉപയോഗിച്ച ഒരു വസ്ത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ഈ വസ്ത്രം നിങ്ങൾ കഴുകണം, എന്നിട്ട് വേറെ 2 കൂടി ചേർത്ത് അവയിൽ എന്നെ കഫൻ ചെയ്യണം. അപ്പോൾ അത് പഴയതാണല്ലോ എന്ന മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ, പുതിയ വസ്ത്രം ജീവിച്ചിരിക്കുന്നവർക്കാണ് മരിച്ചവനേക്കാൾ കൂടുതൽ അവകാശപ്പെട്ടത്, കാരണം ഇത് ചീഞ്ഞൊലിക്കുന്ന ദുർനീരുകൾക്കുള്ളതാണ് എന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ 2ാം ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഇത് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മയ്യത്ത് കുളിപ്പിക്കൽ പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്തുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.